ഫസ്റ്റ് പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാട്ട് കാണാണ്ടാണ് നിങ്ങളിത് കാണുന്നത് വെച്ചെങ്കിൽ ഫസ്റ്റ് പാട്ടും കൂടി ഇത് കണ്ടിട്ട് വരിക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ബീഡ്സ് മേലോട്ടുള്ളത് ഒട്ടിക്കുകയാണ് ചെയ്യണത്, ബോർഡറിൽ വരുന്നത്. ബീഡ്സ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ സെൻറ്ററിൽ അമ്മേ നാരായണ എന്നുള്ള സ്റ്റിക്കർ വെക്കേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ സ്റ്റിക്കർ വെക്കുന്ന സ്ഥലത്ത് എനിക്ക് ബീഡ്സ് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം ആ അമ്മേ നാരായണ എന്നുള്ള സ്റ്റിക്കറും നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഇതും സെയിം ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ എനിക്കവിടെ ബീഡ്സ് ഒട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെ അമ്മേ നാരായണ സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബീഡ്സ് ഒട്ടിക്കാൻ പറ്റും, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ബീഡ്സിൻ്റെയും പിന്നെ അതിൻ്റെ ബോർഡറും വരുന്നത് സെയിം ലൈനായ കാരണം എനിക്ക് ബീഡ്സ് അവിടെ ഒട്ടിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴത്ത് നമ്മൾ മിറർ വെച്ചിട്ടുണ്ടല്ലോ, ആ മിററിൻ്റെ നേരെ ഏറ്റവും മേലെ നമ്മൾ ഒട്ടിച്ച ബോർഡറിൻ്റെ അടുത്തായിട്ട് ഒരു ബീഡ്സ് വെക്കുക, ഗോൾഡ് കളറിലുള്ളത്. നെറ്റിപ്പട്ടത്തിൽ ബോർഡറിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ബീഡ്സാണ്, കുറച്ച് വലിപ്പം കൂടിയതാണ്. അപ്പോൾ അത് ഗോൾഡൻ കളറൊന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി അതിന് ചുറ്റും ചെറിയ ബീഡ്സ് വെക്കുകയാണ്, സിൽവർ, ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ. അതുകൂടാതെ സെൻറ്റർ പ്ലെയിനായി വരുന്ന കാര്യം ഇടയ്ക്ക് ഓരോ സിൽവർ ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്ത് കൊടുക്കാം. ബോർഡറിൽ ഗോൾഡ് കളർ ബീഡ്സ് ഒട്ടിച്ചിട്ട് പിന്നെ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തത് വുളൻ ത്രെഡ് ചുറ്റേണ്ട പരിപാടിയാണ്. വുളൻ ത്രെഡ് നമ്മൾ ചുറ്റാൻ വേണ്ടിയിട്ട് കാർഡ് ബോർഡിൻ്റെ പീസ് എടുക്കേണ്ടത്. 7 സെൻറ്റിമീറ്റർ വരുന്ന ഒരു കാർഡ് ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ 20 ചുറ്റാണ് നമ്മൾ റെഡ് വുളൻ ത്രെഡ് ചുറ്റിയിട്ടുള്ളത്. ഞാനിവിടെ വുളൻ ത്രെഡ് ചുറ്റാൻ വേണ്ടിയിട്ട് 7 സെൻറ്റിമീറ്ററിൻ്റെ കാർഡ് ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളത് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള കളറിൽ ചെയ്യാൻ പറ്റും ഇത്.
വുളൺ ത്രെഡ് നമ്മൾ 9 എണ്ണമാണ് ചുറ്റിയിട്ടുള്ളത്. നമുക്ക് 9 എണ്ണേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി വുളൺ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. തിരിച്ചു വെച്ചിട്ടാണ് ഒട്ടിക്കണത്. നമ്മൾ ഫെവി ബോണ്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കണത്. ഫെവി ബോണ്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ വുളൺ ത്രെഡ് ഒട്ടിച്ചതിന് ശേഷം അതൊന്നുകൂടി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിക്കും ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു ബീഡ്സ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷെ ഒന്നുകൂടിയും ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. ഇത് ഫെവി ബോണ്ട് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൊടുക്കണം അത് ഒട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങളത് വലിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യരുത്. അത് ശരിക്കും ഒട്ടാനുള്ള ടൈം ഒന്ന് കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇത് ഹാങ് ചെയ്യാനുള്ള ത്രെഡ് കൂടി കെട്ടുന്നുണ്ട്. വുളൺ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സൂചിയുടെ മേലെ വുളൺ ത്രെഡ് കോർത്തിട്ട് ഒരു കോർണറിലായിട്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അതേപോലെ 2 സൈഡിലും നമ്മൾ അതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അപ്പുറത്തെ സൈഡിലും വുളൺ ത്രെഡ് ഒട്ടിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ത്രെഡ് കൂടിയും കെട്ടിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു. മേക്കിംഗ് കഴിഞ്ഞാൽ അത് ഒട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂറെങ്കിലും അതേപോലെ വെച്ചതിന് ശേഷം മാത്രമേ ഹാങ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കൊരു പണിയും കൂടി ഉണ്ട്. ഈ ത്രെഡ് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ശരിക്കും ഒട്ടാനുള്ള ടൈമൊക്കെ കൊടുത്തിട്ട് നമ്മളത് പിന്നെ ഹാങ് ചെയ്യാൻ നിൽക്കുകയാണ്. ഹാങ് ചെയ്യാൻ നമ്മൾ സ്ക്രൂ വെച്ചിട്ടാണ് കട്ട്ലയുടെ മേലെയുള്ള കട്ട്ലയുടെയും ആ ചുമരിൻ്റെയും ആ ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ സ്ക്രൂ വെച്ചിട്ടാണ് ഹാങ് ചെയ്യണത്. നമ്മൾ 2 എൻഡിലും മാത്രമേ സ്ക്രൂ വെച്ച് ഹാങ് ചെയ്തിട്ടുള്ളൂ. നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. കാരണം സെൻറ്ററിൽ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് ശരിക്കും ഇരുന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലെങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ആ ഗ്യാപ്പിൽ മുട്ടുസൂചി അടിച്ചു കൊടുക്കാം 2-3 സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡോർ ഹാങ്ങിങ് ഡെക്കോർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് പാർട്ടിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അമ്മേ നാരായണ എന്നുള്ള സ്റ്റിക്കർ ഞാൻ മാറ്റും. അത് ഞാൻ മേടിച്ച് കൊണ്ടുവരാനുള്ള ടൈമില്ലാത്ത കാരണം അങ്ങനെ ചെയ്തതാണ്. അത് ടെമ്പററി ആയിട്ട് വെച്ചിട്ടുള്ളൂ. പുതിയത് മേടിച്ചു കൊടുത്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.